അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാം ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിക്കാനായിട്ട്. മുറി വെള്ളരിക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കും വൈകിട്ടത്തേക്കുമൊക്കെ ഒന്നാം തരം ഒരു കറി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. 4 വർഷമായി ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു വെള്ളരിക്കയാണ്, സാമ്പാർ കുക്കുംബർ എന്ന് പറയും. ഇതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഇതും തൈരും പിന്നെ വേറെ 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ല ഒന്നാം തരം ഒരു ഉച്ചയൂണിന് കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഞാനിത് മുഴുവനും കൂടെ എടുക്കുന്നില്ല, ഇതിൻ്റെ ഹാഫ് പോർഷൻ എടുക്കുന്നുള്ളൂ. ബാക്കി ഹാഫ് പോർഷൻ കൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതായത് ഈ ഒരു പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ തൊലി കളയാനായിട്ട് പോവുകയാണ്. വെള്ളരിക്ക കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും വെള്ളരിക്ക അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിയുന്നതിനൊക്കെ നല്ലത് ഇതുപോലെ മുഴുവനായിട്ട് തന്നെ തൊലി ചെത്തി കഴുകിയെടുക്കുന്നതാണ്. നമുക്കിത് ചെറു പീസുകളാക്കി മുറിച്ചെടുക്കാം. കട്ട് ചെയ്തെടുക്കുക. അതിനകത്ത് സീഡങ്ങ് കളഞ്ഞാൽ മതി. അതിനുശേഷം ഇത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക. ഇതേ വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഈ വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ായിട്ട് വെള്ളരിക്ക മുഴുവനും നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ സ്ക്വയർ പീസുകളായിട്ട് മുഴുവനും ഇതേ പീസ് ഒരേപോലെ കട്ട് ചെയ്തു. ഇനി ഇതിന് എരിവിനാവശ്യമായ പച്ചമുളക് കൂടി കീറിയിട്ട് കൊടുക്കാം. ഞാനൊരു 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എരിവെന്ന് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായ പച്ചമുളക് കീറിയെടുക്കുക. പച്ചമുളക് 2ആയിട്ടൊന്ന് പിളർന്നതിനകത്തേക്ക് ഇടുക. പച്ചമുളക് ഇട്ടു. ഇനി ഇത് വേഗത്തിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. വെള്ളരിക്കയുടെ നികത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെള്ളരിക്കകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരപ്പരച്ചിടുമ്പം ചാറ് ഒരുപാട് നീണ്ടുപോകും. ചാറൊന്ന് കുറുകിയിരിക്കുന്നതിന് വേണ്ടിയാണ് വളരെ കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. അത് വേവുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കളറിന് വേണ്ടി മാത്രം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അടച്ച് വെച്ച് ബോയിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. വെള്ളരിക്ക നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അപ്പോഴേക്ക് വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വെള്ളരിക്ക നമ്മൾ വേവിക്കാൻ വെച്ചിരുന്നു. അത് നന്നായിട്ട് വെന്ത് അതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. ഇതിനകത്ത് ഇനി ഒരു ശകലം വെള്ളമേ ഉള്ളൂ. ഒരു 2-3 ടീസ്പൂൺ വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 5-6 അല്ലി ചുവന്നുള്ളി. ഇത് ഇത്രയും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, അതിനൊരു കളർ കിട്ടാൻ വേണ്ടി. തേങ്ങയും ചുവന്നുള്ളിയും ജീരകവും മഞ്ഞളും കൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളരിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം അത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നമ്മളിങ്ങോട്ട് കഴുകി ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോകും.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഈ ജാറ് കഴുകി വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. നമ്മൾ തിളപ്പിക്കേണ്ട, ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം. കറി നന്നായി ചൂടാകുമ്പോഴേക്കും ഒരു കപ്പ് തൈരെടുത്ത് ചെറുതായിട്ടൊന്ന് ഉടച്ച് വയ്ക്കുക. അത് മിക്സിയുടെ ജാറിലൊന്നും ഉടയ്ക്കേണ്ട, കട്ട മാത്രം ഒന്ന് ഉടച്ചെടുത്താൽ മതി. പച്ചടിക്കൊക്കെ നമ്മൾ ചേർക്കുന്നത് പോലെ ചെറുതായിട്ട് ഒന്ന് സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ വല്ല ഒന്ന് ഉടച്ച് വയ്ക്കുക. കറി തിളയ്ക്കേണ്ട, കറി നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. കറി നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ വിരലിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ കയ്യെല്ലാം നന്നായിട്ട് ചൂട് തട്ടണം. ആ പരുവത്തിൽ ചൂടാക്കിയെടുക്കുക. ചെറുതായിട്ട് ഇതിനകത്തൊന്ന് ആവി വരുന്നുണ്ട്, നീരാവി പോകുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റണം. ഇങ്ങനെ അതിനകത്തൊന്ന് ആവി വരുമ്പോഴേക്കും ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. ഈ സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം ഇട്ട് ചൂടാക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിന് കടുക് താളിക്കാം. കടുക് താളിക്കുന്നതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായി പൊട്ടിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്ന ഇതിലേക്കൊന്ന് മൂട്ടിക്കൊണ്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉള്ളിയും കറിവേപ്പിലയെല്ലാം മൂത്തു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കടുക് താളിച്ചതും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമേ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു വെള്ളരിക്ക കറിയാണ്. നല്ല ടേസ്റ്റാണ് ചോറുണ്ണാനായിട്ട്. എന്താ ടേസ്റ്റ് എന്നറിയാമോ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാമോ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി കഴിക്കാനായിട്ട്? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു അരമുറി വെള്ളരിക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കും വൈകിട്ടത്തേക്കുമൊക്കെ ഒന്നൊന്നര ഒരു കറി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.